ധാരാളം ചൊല്ലി 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 അങ്ങനെ ഒരു നല്ല മധുരറാഹത്തോടെ ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് അതേ മരിക്കുന്ന സമയത്ത് ഹബീബ് വരുന്നതാ. ഹബീബിന്റെ ശറഫാക്കപ്പെട്ട നാവിലൂടെ കലിമ ചൊല്ലി അതേറ്റു ചൊല്ലാൻ ഭാഗ്യം കിട്ടുന്നതാ. അത് മാത്രമല്ല, ഖബറാകുന്ന കല്ലറയിൽ അവിടുന്ന് വെളിച്ചം കിട്ടുന്നതാണ്. റസൂലുള്ളാഹിന്റെ സഹായം അവിടെ കിട്ടുന്നതാണ്. സിറാത്ത് പാലത്തിലും റസൂലുള്ളാഹിന്റെ സഹായം കിട്ടുന്നതാണ്. ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കുന്ന സമയോ, നന്മയും തിന്മയും തൂക്കുന്ന സമയോ, സുബ്ഹാനല്ലാഹ്, നന്മകൾ കൂടുതൽ വന്നാൽ അവന്റെ മടക്കം സ്വർഗത്തിലേക്കാണ്. നന്മയുടെ ഭാരം കുറവായാലോ അവന്റെ മടക്കം നരകത്തിലേക്കാണ്. ഉടൻ തന്നെ തിരുനബി വന്നിടും കവറുന്നതിൽ. സഹോദരങ്ങളെ, എന്റെ വാല് കേൾക്കുന്നു ഉമ്മ, സ്വലാത്ത് ധാരാളം ചൊല്ലി ചൊല്ലി ജീവിക്കുന്നവരാണോ നമ്മളെങ്കിലോ നാളെ മഹ്ശറിൽ നന്മയും തിന്മയും തൂക്കുന്ന ഒരു സമയം അത് വല്ലാത്ത രംഗമാണ്. ഉമ്മയുണ്ട്, അപ്പുറത്ത് മെയിന്റ് ചെയ്യുന്നില്ല. ഉപ്പയുണ്ട്, ഇപ്പുറത്ത് മെയിന്റ് ചെയ്യുന്നില്ല. ചേട്ടനുണ്ട്, അനുജനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നഫ്സി നഫ്സി നഫ്സിയാ, സ്വന്തം കാര്യം തന്നെ ബേജാറിലാവുന്ന സമയം അമ്മിയാക്കളെ കൈമടക്കുന്നില്ലേ, ഉമ്മമാരുപ്പമാര് കൈമടക്കുന്ന രംഗത്തില്. അപ്പോഴാണ് ഗുണത്തിന്റെ തട്ടിൽ ഭാരം കുറഞ്ഞ ഒരു വ്യക്തിയുടെ വിലാസിലേക്കൊരു സുന്ദരനായ മനുഷ്യൻ വന്ന് ഒരു വലിയ പൊതിയതാ കൊണ്ടുവന്നിടുന്നു. അപ്പോൾ അതേറ്റം ഭാരമായി തോന്നുന്നതാ. അത് കണ്ടവൻ സന്തോഷമായി പറയുന്നതാ. എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു ആഹ്ലാദം. ആരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിലല്ലേ ഒരു സുന്ദരനായ മനുഷ്യൻ വന്ന് നന്മയുടെ തുലാസിൽ ഒരു ഭാരമുള്ള പൊടി കൊണ്ടുവന്നിട്ട് അത് ഭാരം തൂങ്ങുന്നു. അതിരറ്റ വിജയം നിങ്ങളാലെനിക്കുന്ന് ലഭിച്ചല്ലോ പറയുക നിങ്ങളാരാണെന്ന്. അതിരറ്റ വിജയം നിങ്ങളാ ലഭിച്ചല്ലോ പറയുക നിങ്ങളാരാണെന്ന്. സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ചോദിക്കുന്നു, നിങ്ങളാരാ, നിങ്ങളാരാ? ഈ ചോദ്യത്തിന് മറുപടി ആവുന്ന സുന്ദരനായ മനുഷ്യൻ പുഞ്ചിരിയോടെ മറുപടി കൊടുക്കുന്നു, ഞാൻ നിന്റെ നബിയാ, ഞാൻ നിന്റെ നബിയാ, എന്റെ മേൽ നീ അമ്മേ ചൊല്ലും സ്വലാത്ത നിട്ടതും ഇതിലിന്ന്. ഞാൻ നിന്റെ നബിയാ, എന്റെ മേൽ നീ അമ്മേ ചൊല്ലും സ്വലാത്ത നിട്ടതും ഇതിലിന്ന്. ദുനിയാവിലെ തിരക്കുകൾക്കിടയില, പാത്രം കഴുകുന്നതിനിടയില, മുറ്റം അടിച്ചു വാരുന്നതിനിടയില,
മക്കളെ കുളിപ്പിക്കുന്നതിനിടയില്, ഭർത്താവിന്റെ ഡ്രസ് ഇട്ട് കൊടുക്കുന്നതിനിടയില് ഉമ്മാ നീ ചൊല്ലിയ സ്വലാത്ത്, ഉപ്പാ നീ ഡ്രൈവിംഗിന്റെ ഇടയിൽ ചൊല്ലിയ സ്വലാത്ത്, വഅലിന്റെ സദസ്സിലിരുന്ന് നിന്റെ ചുണ്ടുകൊണ്ട് ചൊല്ലിയ സ്വലാത്ത്, ഈ സ്വലാത്താണ് ഈ കൊണ്ടുവന്നിട്ടത്. ഞാൻ നിന്റെ മുത്തു നബിയാ. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു സ്വലാത്ത് ധരിപ്പിച്ച് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. അതിന് നാവ് കൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലണം. അതോടൊപ്പം നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും അനിഷ്ടമായി ഒന്നും പറയണ്ട. വെറുതെ ദേഷ്യം പിടിച്ച് എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ